നാമം സാക്ഷാത്കരിക്കപ്പെടുന്ന വലിയൊരു ദിവസമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വലിയ കരുണ അനുവദിച്ച ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ യൂദാശ്ലീഹായുടെ ശക്തമായ മാധ്യസ്ഥത്തിനും നിറഞ്ഞ മനസ്സോടെ നന്ദി പറയുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 15 വർഷമായി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഇടവക ദേവാലയത്തിൽ വരാനും ഇവിടെ ഇടവക ചേരുവാനും ദൈവം അനുവദിച്ചത്. അന്ന് മുതൽ ഇങ്ങോട്ട് ഞങ്ങളുടെ ശക്തമായ ബാധ്യസ്ഥമായി കൂടുന്നത് വിശുദ്ധ യൂദാശ്ലീഹായായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ അധികം താമസിയാതെ തന്നെ കുഞ്ഞുങ്ങൾ വേണമെന്നും കൂടുതൽ മക്കൾ വേണമെന്നുമുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ ഡോക്ടേഴ്സിന്റെ സഹായം തേടുവാനും എന്താണ് കുറവ് എന്ന് കണ്ടുപിടിക്കാനും പോകാൻ ശ്രമിച്ചു. പല ന്യൂനതകളും കണ്ടുപിടിക്കപ്പെട്ടു. അവയെല്ലാം വൈദ്യസഹായത്തോടെ പരിഹരിക്കുവാനും കുറച്ച് വർഷങ്ങൾ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 2015 ഞാൻ കൺസീവായി. ഒരുപാട് സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു. പക്ഷെ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. അത് ഒരു ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു. അന്ന് ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. എഗ്ഗിന്റെ റിസർവ് വളരെ കുറവാണ് എന്നുള്ളതായിരുന്നു. ഡോക്ടേഴ്സ് ഉടനെ തന്നെ തന്ന പ്രതിവിധി IVF അല്ലെങ്കിൽ കൃത്രിമമായ ഗർഭധാരണ രീതികളിലേക്ക് പോവുക, ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതായിരുന്നു. IVF പോകാൻ പലപ്പോഴും ഒരുങ്ങിയപ്പോഴും ഈശോ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ ശക്തമായി ഈശോ തോന്നിപ്പിച്ചു. തോന്നൽ മാത്രമാണോ എന്ന് ആദ്യം സംശയിച്ചു. പക്ഷേ വചനത്തിന്റെ പിൻബലത്തോടെ ആ തോന്നലുകൾ വളരെ ദൃഢമായി ഞങ്ങളുടെ മനസ്സിൽ ഈശോ ഉറപ്പിച്ചു തന്നു. സഭാപ്രസംഗത്തിൽ 11:5 ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയെന്നറിയാത്തതുപോലെ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രവൃത്തികളും നീ അറിയുന്നില്ല. ഈ വചനത്തിൽ ആഴമായി വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകി. സർവശക്തനായ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള വലിയൊരു പ്രേരണ ആ വചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നീട് ഇങ്ങോട്ട് കാത്തിരിപ്പിന്റെ ദിവസങ്ങളായിരുന്നു. ട്രീറ്റ്മെന്റ്സ് അതോടെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കാണാൻ പോയ ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞത് ഒരിക്കലും നാച്ചുറലി കൺസീവ് ആവുകയില്ല, നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാതെ ഒരിക്കലും കൺസീവ് ആവുകയില്ല എന്ന വിധിയാണ് ഞങ്ങൾ മാറി മാറി കണ്ട എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നതും ട്രീറ്റ്മെന്റ്സും എല്ലാം അതോടെ അവസാനിപ്പിച്ചു. പിന്നീട് ഇങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. 10 വർഷത്തോളം ആ വചനം ലഭിച്ചതിന് ശേഷം പിടിച്ചു നിന്നത് പരിശുദ്ധ കുർബാനയുടെ വലിയൊരു ശക്തിയിലായിരുന്നു. അനുദിന ദിവ്യബലി വലിയ ശക്തിയായി കൂടെ നിന്നു. എന്റെ ശരീരത്തിലുള്ള കുറവുകളെ പരിഹരിക്കുവാൻ എന്റെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സാധിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ ഈശോ പ്രേരണ നൽകി. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ എന്റെ ശരീരത്തിന് സൗഖ്യം ലഭിക്കും എന്ന് പൂർണ്ണമായും വിശ്വസിച്ചു. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹായുടെ സഹായം കൂടുതൽ മുറുകെ പിടിക്കുവാൻ വിശുദ്ധ യൂദാശ്ലീഹ ഞങ്ങളെ സഹായിച്ചു. വിശുദ്ധ യൂദാശ്ലീഹ ഞങ്ങളുടെ വീട്ടിലെ ഒരാളെ പോലെയായി സങ്കടങ്ങളും സന്തോഷങ്ങളും പരാതികളും പരിഭവങ്ങളും പിണക്കങ്ങളും എല്ലാം യൂദാശ്ലീഹയോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. നിശബ്ദ സങ്കടങ്ങൾ പോലും പലപ്പോഴും പറഞ്ഞിരുന്നത് വിശുദ്ധ യൂദാശ്ലീഹയോടായിരുന്നു. ശനിയാഴ്ച ദിവസങ്ങളിലെ വിശുദ്ധ കുർബാനയും നൊവേനയും സാധിക്കുന്നിടത്തോളം മുടങ്ങാതെ പങ്കെടുക്കുവാൻ ശ്രമിച്ചു. അതുപോലെ ഓരോ തിരുനാളുകൾ കഴിയുമ്പോഴും ഈ നിയോഗം വലിയൊരു നിയോഗമായി സമർപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ശരിക്കും ഞങ്ങളൊരു അത്ഭുതത്തിന് വേണ്ടി തന്നെയാണ് കാത്തിരുന്നത്. ഡോക്ടേഴ്സിന്റെ വിധിവാചകങ്ങൾ പലപ്പോഴും മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രായം മുന്നോട്ട് പോകുന്തോറും, വർഷങ്ങൾ കടന്നു പോകുന്തോറും നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് പോലും പലപ്പോഴും സംശയിച്ചു പോയി. പ്രതീക്ഷകളും വളരെ കുറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി.
ഡോക്ടർ പറഞ്ഞു, ഒരുപാട് വർഷങ്ങളായില്ലേ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട്, ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കൂ. റിപ്പീറ്റ് ചെയ്തപ്പോൾ വളരെ 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 പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ലാത്ത രീതിയിലുള്ള റിസൾട്ടുകളാണ് നമുക്ക് ലഭിച്ചത്. മനസ്സ് ശരിക്കും ഇടിക്കും. ഉണ്ടായിരുന്ന നേരിയ പ്രതീക്ഷകൾ പോലും അസ്തമിച്ചു. എക്രിസ് കുറവാണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പേ അറിഞ്ഞിരുന്നതാണ്. അത് കുറഞ്ഞു കുറഞ്ഞ് ഏകദേശം 0യുടെ അടുത്തെത്താറായി. അതുമാത്രമല്ല, യൂട്രസിൽ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സും ഓവറിയൽ സിസ്റ്റും എല്ലാം അന്നത്തെ പരിശോധനയിൽ കണ്ടെത്തി. ഒട്ടും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു പരിശോധന ഫലമായിരുന്നു അന്ന് ലഭിച്ചത്. എല്ലാം അവസാനിക്കാറായി എന്ന് തോന്നിയപ്പോഴും പിടിച്ചു നിർത്തിയത് തിരുവചനമായിരുന്നു. ഈശോ അന്ന് തന്ന വചനമാണ് ഹബക്കൂക്ക് 3:17. അത്തിവരകൾ പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിവള്ളിയിൽ കായ്കളില്ലാതായാലും, തൊഴുത്തിൽ ആടുകൾ അറ്റുപോയാലും, വയലിൽ ധാന്യങ്ങൾ വിളയുന്നില്ലെങ്കിലും, എൻ്റെ എക്രിസ് 0 ആയാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കർത്താവാണ് എൻ്റെ ബലം. കലവാന്റെ പാതകൾക്ക് എന്നതുപോലെ അവിടുത്തെ പാതകൾക്ക് വേഗത നൽകി. ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനെ വീണ്ടും മുറുകെ പിടിക്കുവാനും വലിയൊരു പ്രേരണ വീണ്ടും ലഭിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ നമ്മുടെ ദേവാലയം തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ എല്ലാവരും നിയോഗം സമർപ്പിക്കണം എന്ന് ജോബിച്ചനെന്ന് പറയുകയുണ്ടായി. ഒരുപാട് വേദനയോടെ മനസ്സ് നുറുങ്ങിയാണ് അന്ന് നിയോഗം ഇവിടെ എഴുതി സമർപ്പിച്ചത്. അതേപോലെ അന്നൊരു സ്കിറ്റ് ഇവിടെ നമ്മൾ പെർഫോം ചെയ്തിരുന്നു. ആ സ്കിറ്റിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും വിശുദ്ധ യൂദാസ്ലീഹ ഈശോയോട് പറഞ്ഞ് സാധിച്ചു തരും. അതെനിക്ക് നല്ല ഉറപ്പാണ്. അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ആ ഒരു ഡയലോഗ് വെറും ഒരു സ്കിറ്റിലെ ഡയലോഗായിട്ടല്ല, ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം പോലെ അന്ന് എല്ലാവരുടെയും മുന്നിൽ പറയണം എന്ന് തന്നെയായിരുന്നു അന്ന് കയറുന്നതിന് മുമ്പ് ആഗ്രഹിച്ചത്. അതേപോലെ യൂദാസ്ലീഹയോട് അന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഈ ഒരു ഡയലോഗ് എന്ന സ്കിറ്റിൽ പറയുമ്പോൾ ഈ സമൂഹത്തിന് മുമ്പിൽ, ഈ വിശ്വാസ സമൂഹത്തിന് മുമ്പിൽ ഒരു വലിയ സാക്ഷ്യമായി അങ്ങ് എന്നെ മാറ്റും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ യൂദാസ്ലീഹയുടെ മാധ്യസ്ഥമാണ് ഈ അത്ഭുതത്തിന് പിന്നിൽ നിന്ന് ഞങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മുടെ ഇടവക ദേവാലയത്തിന്റെ തിരുനാൾ ആദ്യമായി ഒക്ടോബർ മാസത്തിൽ നടന്ന ആ സമയത്ത് ഞങ്ങൾ നവനാളി കൂടുവാൻ ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂർ എത്തിയതാണ്. ആ നവനാളിന്റെ സമയത്ത് തന്നെ ഞങ്ങളെ തേടി ഈ മംഗളവാർത്ത എത്തി. വിശുദ്ധ യൂദാസ്ലീഹയുടെ മാധ്യസ്ഥമാണ്, പരിശുദ്ധ അമ്മയുടെ ജപമാല മാസം തന്നെയാണ് ഈ വലിയ അത്ഭുതം ഞങ്ങൾ തിരിച്ചറിഞ്ഞതെന്നും ഉള്ളത് ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ ഏറ്റുവാങ്ങി. പിന്നീട് ഇങ്ങോട്ട് പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും അത്ഭുതത്തിന്റെയും ഓരോ ദിവസങ്ങളായിരുന്നു. പ്രഗ്നൻസിയിൽ പല കോംപ്ലിക്കേഷൻസും ഉണ്ടായി. എന്നാലും വിശുദ്ധ യൂദാസ്ലീഹയോടുള്ള മാധ്യസ്ഥം വീണ്ടും ശക്തമായി തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയും നൊവേനയും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പ്രഗ്നൻസി കാലഘട്ടം കഴിയുന്നതുവരെ സാധാരണയായി പ്രഗ്നൻസിയിൽ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ അത് വലുതായിക്കൊണ്ടേയിരുന്ന് വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നതാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പ്രാർത്ഥനയുടെ പിൻബലത്താൽ 7ാം മാസമായപ്പോൾ ആ ഫൈബ്രോയിഡ്സ് എല്ലാം ചുരുങ്ങി. പിന്നീടുള്ള സ്കാൻ റിപ്പോർട്ട്സിൽ അത് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിപ്പോയി. അങ്ങനെ പ്രഗ്നൻസിയുടെ കാലയളവ് മുഴുവൻ ഈശോ കൈവെള്ളയിൽ കൊണ്ടു നടന്നു. ടേം കംപ്ലീറ്റ് ചെയ്യാനും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ആരോഗ്യത്തോടെയുള്ള മകനെ നൽകുവാനും ഈശോ കരുണയായി. അങ്ങനെ ജൂൺ 5-ാം തീയതി ഞങ്ങൾക്ക് കുഞ്ഞുമോനെ തന്ന് ഈശോ അനുഗ്രഹിച്ചു. കുഞ്ഞിന് എന്ത് പേരിടണം എന്നുള്ളത് ഒരു സംശയവും ഞങ്ങൾക്കില്ലായിരുന്നു. പ്രഗ്നൻസിയിൽ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു, ആൺകുഞ്ഞാണെങ്കിൽ വിശുദ്ധ യൂദാസ്ലീഹയുടെ പേര് തന്നെ കുഞ്ഞിനിടണം. അങ്ങനെ മോൻ്റെ ഒഫീഷ്യൽ നെയിമും ബാപ്റ്റിസം നെയിമും എല്ലാം ജൂഡ് തന്നെയാണ്. നമ്മുടെ സഹായ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ അങ്ങയുടെ അനുഗ്രഹത്തെ ഞങ്ങൾ സദാ ഓർക്കുമെന്നും അങ്ങയുടെ സ്ഥിതികളെ ലോകമൊന്നും അറിയിക്കുമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ഞങ്ങളും മോനും വിശുദ്ധ യൂദാസ്ലീഹയുടെ നന്ദിയും സ്നേഹവും ഉള്ളവരായിരിക്കണം. ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് മകന് ജൂഡ് എന്ന പേര് നൽകാൻ ഈശോ അനുവദിച്ചത്. പ്രാർത്ഥനയുടെ ഒരു വലിയ പിൻബലം ഇടവക സമൂഹത്തിന്റെ
ഇവിടെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ കാലഘട്ടം മുഴുവനും മനസ്സിരുത്തിയപ്പോഴും പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നിയപ്പോഴും നിങ്ങളിൽ പലരും തന്നെ എന്നോട് പറയാറുണ്ടായിരുന്നു, മോളെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് വേണ്ടി ജപമാല അർപ്പിക്കുന്നുണ്ട്, ഞാൻ പോയ സ്ഥലങ്ങളിൽ നേർച്ച പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും എന്നോട് വന്ന് പറഞ്ഞിരുന്നു. അതെനിക്ക് വലിയ ധൈര്യമാണ് തന്നിരുന്നത്. ഈ വലിയ ഇടവക സമൂഹത്തിന്റെ ഭാഗമായതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറയുന്നു. നിങ്ങളെന്നെ ചേർത്ത് പിടിച്ചതിന്, പ്രാർത്ഥിച്ചതിന്, പ്രഗ്നൻസിയുടെ സമയം മുഴുവൻ നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥതയോടെ പോകുന്ന സ്ഥലങ്ങളിലും അർപ്പിക്കുന്ന വിശുദ്ധരികളിലും എല്ലാം എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. പകരം നൽകാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുന്നു, ഒത്തിരി നന്ദി പറയുന്നു. അതേപോലെ നമ്മുടെ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച എല്ലാ വൈദികരെയും, സിസ്റ്റേഴ്സിനെയും, ബ്രദേഴ്സിനെയും ഈ നിമിഷം ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ പെരുന്നാളിന്റെ ദിവസം ഒത്തിരി സന്തോഷത്തോടെ ജോണിയച്ചനോടും സനീഷച്ചനോടും ഈ വിവരം ഞങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ ജോണിയച്ചൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അടുത്ത ഒക്ടോബറിൽ ടീച്ചറിന് കുഞ്ഞിനെ കൊണ്ട് വന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കട്ടെ. അന്ന് മുതൽ അത് വലിയൊരു ആഗ്രഹവും നിയോഗവുമായി മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് അതിനുള്ള അവസരം ഈശോ ഒരുക്കി. ഈശോ അനുവദിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു ഇന്നിവിടെ എത്താൻ. എന്നാലും ഈശോ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് സാക്ഷ്യം നൽകുവാൻ ചലഞ്ചസ് ഒന്നുമല്ലായിരുന്നു. അല്പം കഷ്ടപ്പെട്ടാണെങ്കിലും ഇവിടെ വന്ന് ഇന്ന് തന്നെ ഈ പെരുന്നാളിന്റെ ദിവസം തന്നെ സാക്ഷ്യം നൽകണമെന്നുള്ള ആ ഒരു വലിയ നിയോഗവും ഈശോ സാധിച്ചു തന്നു. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥരെ നമുക്ക് മുറുകെ പിടിക്കാം. ഈശോ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് നിങ്ങളോടൊപ്പം ഇന്നത്തെ വിശുദ്ധ ബലിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബം ഒന്നു ചേർന്ന് നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന